ഗുഡ് മോർണിംഗ് പപ്പ. ഏട്ടാ ഇത് എവിടുന്നാ എത്തിയോ? ഏട്ടന്റെ പൊന്നുമോള് കണ്ണ് ഇറുക്കി അടച്ചിട്ട് ആ ബ്ലാങ്കറ്റ് മാറ്റ്. ഏട്ടാ ഇന്ന് വിഷുവാണ്. ഉവ്വ്, നിനക്ക് കണി കാണണ്ടേ? എനിക്ക് ഏട്ടനെ കണ്ടാ മതി. പോരാ, അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ, 2 മാസം ജോണ്ടിസ് അടിച്ചു കിടന്നു. ഒരിക്കൽ മോപ്പടിയിൽ നിന്ന് വീണ് കാലുളുക്കി. അടുത്ത വീട്ടിലെ പട്ടി കടിക്കാൻ ഓടിച്ചു. വേണ്ട വേണ്ട, എന്റെ മോള് കണ്ണിറുക്കി അടച്ചിട്ട് കട്ടിലിൽ ഇറങ്ങി നടക്ക്. ഒന്നും കാണുന്നില്ല. മോളെ, നീ കണ്ണടച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ കാണും? ആ, നേരെ നടക്ക്. ഇവിടെ എവിടെയോ ഒരു ഡോർ. അയ്യോ, ഇടിച്ചോ? വാതിൽ അടച്ചിരിക്കല്ലേ, വാതിൽ തുറക്ക്. അവിടെ സ്റ്റെയർ കേസ് ഉണ്ട്, തട്ടി വീഴല്ലേ. സാറ് എവിടെയായിരുന്നു ഈ 3 ദിവസം? ഞാന് കോയമ്പത്തൂരെ ജോലി കഴിഞ്ഞപ്പോ ആര്യ വൈദ്യശാല വരെ ഒന്ന് പോയി വാര്യരെ ഒന്ന് കണ്ടു. ആ കാലിന്റെ മുട്ടിന്റെ വേദനയുടെ വല്ലാതെ കൂടുന്നുണ്ടല്ലോ. വാര്യര് വിട്ടില്ല, 2 ദിവസം അവിടെ പിടിച്ച് കിടത്തി. മീശയോ? മീശ അല്ല പപ്പ, മേശ. മേശ മേശ കാലി തട്ടാ നടക്ക്. ഞാൻ എവിടെയെങ്കിലും വീഴും. വീണ ഏട്ടനില്ലേ? ആ, നടന്നോളൂ. ഇനി ടേൺ ടു യുവർ ലെഫ്റ്റ്. ആ, ഇനി ഒരു 4 സ്റ്റെപ്പും കൂടെ. ആ, നിക്ക്. ഇനി കണ്ണു തുറന്നോ. എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ്, കുണ്ടും കുഴിയും. ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണുണ്ടല്ലോ, എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലേക്ക് അതില്ല. നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണേ. വരണ വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു, ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല. അത് കുറച്ചായി കേൾക്കണു. അങ്ങനെ ഇരിക്കുമ്പോ ബാൻഡ് എടുത്തോണ്ടങ്ങ് ഇറങ്ങും. എവിടേക്കാ ഏട്ടാ? ഒന്ന് കോയമ്പത്തൂർ വരെ. ഇടയ്ക്കിടയ്ക്ക് പോവാൻ മാത്രം. ഈ കോയമ്പത്തൂർ എന്താ ഇത്ര വലിയ ലണ്ടനോ പാരീസോ മറ്റാണോ? ബിസിനസ് ആവശ്യമല്ലേ പപ്പ, ഒഴിവാക്കാൻ പറ്റുമോ? ക്ഷമ പറയണ ഏട്ടന് കോയമ്പത്തൂര് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവുന്ന. അത് രസമായിട്ടുണ്ട്. ആരേ ക്ഷമ? ഏട്ടനറിയാം, ഡോക്ടർ മാലതി മേനന്റെ മോള്. മെഡിസിൻ കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്യാതെ വഴിപ്പ് നടക്കണ കുട്ടി. ആ, അവള് തന്നെ. അവൾ ഏട്ടനിട്ടിരിക്കുന്ന പേരറിയോ? സർഫ് എക്സൽ. സർഫ് എക്സൽ അതെന്താ? ആ, ഏട്ടന്റെ ഡ്രസ്സിംഗ് തന്നെ അതിന് കാരണം. ഈ വെള്ളം മുണ്ടി ഷർട്ടും സർഫ് പൗഡറിന്റെ പരസ്യയാത്ര. അത് രസമായിട്ടുണ്ട്. ഏട്ടാ, ആ മുട്ടിന്റെ വേദന മാറിയോ? 2 നാൾ അവിടെ കിടന്നു കൂട്ടിയതിന്റെ ഫലം കിട്ടിയിരിക്കണു. ഇപ്പൊ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. ഇവിടെ എന്താ വിശേഷം, അത് പറയൂ. ഇവിടെ ഞങ്ങൾ റിഹേഴ്സലിന്റെ തിരക്കിലല്ലേ. ഓ, നിങ്ങളെ ഡാൻസ് ഡാൻസ് ഡാൻസ്. ഏട്ടാ, ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില കുറയ്ക്കല്ലേ. ഇത് ഒപ്പേരയാണ്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു ക്രോസ് സെക്ഷൻ. ഞങ്ങളുടെ ഉത്സവ് സ്റ്റേജ് ചെയ്ത് കഴിയുമ്പോ നോക്കിക്കോളൂ, ക്രിട്ടിക്സ് അങ്ങനെ പറയും. അത് തന്നെ പരമേശ്വരന്റെ അനിയത്തിയല്ലേ? എന്താ പറയാ, അതിന്റെ ഒരു ന്യൂക്ലിയസ്. അയ്യോ അല്ല, നന്ദൻ. നന്ദൻ തന്നെയാണ് ഏട്ടാ. സ്ക്രിപ്റ്റ് എഴുതി, സോങ്സ് എഴുതി, കമ്പോസ് ചെയ്ത്, ഡാൻസ് കൊറിയോഗ്രാഫി ഡിസൈൻ ചെയ്ത്, ശരിക്കും പറഞ്ഞ ദ പവർ ബിഹൈൻഡ്, ദ മാൻ ബിഹൈൻഡ്. നന്ദനെ ഏട്ടൻ ഒന്ന് പരിചയപ്പെടണം. റിയൽ ജീനിയസ്. ഇതാരാ ഈ മഹാൻ? പപ്പ ഇങ്ങനെ ലോഭമില്ലാതെ പുകഴ്ത്തുന്ന കക്ഷി. പാവാണേട്ടാ. ഡാൻസ്, മ്യൂസിക്, വേറെ സബ്ജക്ട്സ് ഒന്നും ലൈഫിലില്ലാത്ത ഒരു പാവം പയ്യൻസ്. No. Sorry, Papa. You're repeating the same mistake again. Sorry, Nandan. ഈ കൈയാണ് പ്രശ്നം. ഈ മൂവ്മെന്റ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ മുകളിൽ വരണം. ഈ പോസ്റ്റർ ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ സാരല്ല.
ഒരു പ്രാവശ്യം നോക്കാം ആ മ്യൂസിക് ഇട്. ഒന്ന് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നെന്താ? ശരി ആ മൂമെന്റ് ഒന്ന് കാണിക്കാം. കൈ എടുക്കാം. ഓക്കെ ദാറ്റ്സ് ഇറ്റ്. സീ ഈ കൈ should go up. ഇത് ഓക്കെ ദാറ്റ്സ് ഇറ്റ്. അതെ ഇത് തന്നെ. ആ വെരി ഗുഡ്. ഇനി ഫേസ് ഈ ഒരു ആംഗിൾ, പിന്നെ ഈ ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെപ്പോഴും ഓർമ്മിക്കണം. Come. എടി പപ്പ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ദേവകിയമ്മ വിളി. ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോടി. ആനയെ തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ. അത് കുറെ സംഘടിപ്പിച്ച് തരട്ടെ. ബെസ്റ്റ് ഐഡിയ. ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സർഫ് എക്സലിന് കൊടുക്ക്. എപ്പോ നോക്കിയാലും നീ എന്റെ ഏട്ടനെ ഇനി മുന്നിന്റെ പുറത്ത് കേട്ടോ. നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പൊസസീവായാലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കേട്ടു. നീ കൊട്ടും ആലവലാതി. നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക്. ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ. റിയലി ഐ നീഡ് എ ഷവർ. ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത്. ഏട്ടൻ വന്നോ? വന്നോ? ഞാൻ അവളോട് മനഃപൂർവ്വം പറയാതിരുന്നതാ. എന്താടി കിടന്ന് കൂവുന്നേ? എന്തോ കണ്ട് പേടിച്ച പോലെ. കണ്ടടി, സർഫിനി കാണാനൊന്നും ബാക്കിയില്ല. വട്ടോ പെണ്ണിന്. അത് ക്ഷമ. ഏട്ടനറിയില്ലേ? എന്താ? ക്ഷമയില്ല, ഒട്ടും ക്ഷമയില്ല. അത് അക്ഷമയാണ്. അക്ഷമ. പയ്യൻ മിടുക്കനാ. ആരോട് ചോദിച്ചാലും നല്ലതല്ലാതെ ഒന്നും അയാളെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ സ്വാമി, കോളിയോടന്മാരുടെ ഇന്നത്തെ സ്ഥിതി എന്താ? ശേഖരൻ മുതലാളി തന്നെ പറഞ്ഞു, പൊളിഞ്ഞ കപ്പൽ. പൊളിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന കപ്പലിലേക്കാണോ ഞാൻ പപ്പയെ പറഞ്ഞയക്കേണ്ടത്? പപ്പയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും എന്തിനാ 4-5 ജനറേഷന് കഴിയാനുള്ള വക അവളുടെ പേര് കിടപ്പില്ലേ? അനിയത്തിക്കൊരു ഭർത്താവിനെ പണം കൊടുത്ത് വാങ്ങാമെന്നോ? അതോ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥരെ നിയമിക്കാമെന്നോ? ഇല്ല സ്വാമി, വലിയ പണക്കാരനൊന്നുമല്ല, കൊള്ളാവുന്ന കുടുംബം, നല്ല ജോലി, അങ്ങനെ ചില മിനിമം ആഗ്രഹങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു ബന്ധം കിട്ടും. അവളെ തിരുത്താൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. വഴക്ക് പറയരുത്. ഏട്ടന്റെ സ്വരം മാറിയാൽ തകർന്നു പോകുന്നൊരു മനസ്സാ പപ്പയുടേത്. ചെല്ലുമോളെ. എന്താ പപ്പ ഇത്? തലവേദനയാണ് ഏട്ടാ. ഞാൻ കിടക്കായിരുന്നു. കുളിച്ചിട്ടുമില്ല, ഒരു വക കഴിച്ചിട്ടുമില്ല. നടക്കുമോളെ. ഡോക്ടറെ കാണണോ? വേണ്ട ഏട്ടാ. എന്താ നിനക്ക്? ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാമി. അവളുടെ കണ്ണീര് കണ്ടാൽ, അവളെ കരയിച്ചിട്ട് പിന്നെ എന്താ നേടിക്കൊടുത്തിട്ടെന്താ? സേതു, എനിക്ക് ആ പയ്യനെ, നന്ദനെ ഒന്ന് കാണണം. കേറ്.
പേടി തോന്നുന്നുണ്ടോ? ഇല്ല, എന്തുകൊണ്ട്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റും ശരിയും ആപേക്ഷികമാണ്. നിന്റെ തെറ്റ് എനിക്ക് ശരിയാവാം, എന്റെ ശരി നിനക്ക് തെറ്റായി കാണാം. വേദാന്തം പ്രസംഗിക്കാനല്ല ഞാൻ നിന്നെ കാണാൻ തീരുമാനിച്ചത്. എന്റെ പ്രശ്നം പപ്പയാണ്, പപ്പ മാത്രം. ഒരു പെൺകുട്ടി ജനിക്കുന്ന നാൾ തൊട്ട് അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലൊരു കനൽ ചൂട് നീറാൻ തുടങ്ങും. പ്രാപ്തനെന്ന് തോന്നുന്ന ഒരാളെ കണ്ട് കയ്യിലേൽപ്പിച്ച് അവളെ പടിയിറക്കുമ്പോഴാണ് ആ തീയണയുന്നത്. പക്ഷെ വിധിയുടെ കള്ളക്കളി പോലെ ഒട്ടും ദയ കാണിക്കാതെ, തിരിഞ്ഞൊരു വട്ടം പോലും നോക്കാതെ, ജന്മം കൊടുത്ത് ഊട്ടി വളർത്തി വലുതാക്കിയവരുടെ നെഞ്ചിലെ കനലിലേക്ക് ഒരു പെട്ടി വെടിമരുന്ന് വാരി എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പന്ന നായിന്റെ മോന്റെ കൂടെ ഒരു ദിവസം അവൾ ഇറങ്ങിപ്പോവും. പറയാം, പ്രസംഗിക്കാം ആദർശങ്ങൾ, കാലണയ്ക്ക് വില പോലും ഇല്ലാത്ത പുരോഗമന ആശയങ്ങൾ. അവൾ ഇൻഡിവിജ്വലാണ്. അവളുടെ ലൈഫ്, ഡ്രീംസ്, അവളുടെ ഫ്യൂച്ചർ തേങ്ങാ കൊലയാണ്. കുപ്പായം ഊരി എറിയുന്ന ലാഘവത്തോടെ അവൾ ഊരി വലിച്ചെറിഞ്ഞ 2 പായ് ജന്മങ്ങൾ, അച്ഛനും അമ്മയും. പപ്പയ്ക്ക് ഞാൻ ഈ രണ്ടുമാണ്. എനിക്ക് അനിയത്തിയല്ല, മകൾ. അങ്ങനെ ഞാൻ വളർത്തി വലുതാക്കിയ പപ്പ എന്നെ കരയിക്കാനാണ് ഭാവമെങ്കിൽ, അതിന് നീയാണ് കാരണമെങ്കിൽ, ഈ മണ്ണിൽ ഞാൻ നിന്നെ ചവിട്ടി താഴ്ത്തും. പപ്പയുടെ ഏട്ടന് തെറ്റി. 2 വിഡ്ഢിക്കുട്ടികളല്ല ഞാനും പപ്പയും. പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന നല്ല 2 സുഹൃത്തുക്കൾ. അതിനപ്പുറത്തേക്കൊന്നും അത് വളർന്നിട്ടില്ല, വളരാൻ ഞാൻ അനുവദിക്കില്ല. ആരെയും ഭയന്നിട്ടല്ല, പപ്പയോടുള്ള എൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെയാണത്. ഒരറ്റത്ത് നിന്നും തീ പിടിച്ചു തുടങ്ങിയ വീട്ടിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഒരിക്കലും പപ്പയെ അവിടേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ ദ്രോഹിക്കില്ല. പ്രേമം മനുഷ്യനെ അന്ധനാക്കും എന്നൊക്കെ പറയുന്ന റൊമാൻറ്റിക് സ്റ്റുപ്പിഡിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല. ജീവിതം തന്നെയാണ് വലിയ കാര്യം, പിന്നെ പണവും. എനിക്കതറിയാം. അവൾക്ക് പിന്മാറാനാവില്ല എന്ന് പറഞ്ഞാൽ? അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ അവൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയതായി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അവളുടെ ദൈവമാണ് നിങ്ങൾ. എന്റെ പൂർണ്ണ സമ്മതത്തോടെ ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പകൽ സ്വപ്നങ്ങൾ കാണാറില്ല. അത് നല്ലത്. എനിക്ക് നിന്നെ ഇഷ്ടമാവുന്നു. പപ്പയെക്കുറിച്ച് നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ തമ്മിൽ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിന്നോട് അവൾ പറയാനിടയില്ലാത്ത ചില കാര്യങ്ങൾ. നീ അതറിയണം. നിർബന്ധമില്ല. എനിക്ക് നിർബന്ധമുണ്ട്. കച്ചവടങ്ങൾ ഓരോന്നായി പൊട്ടിപ്പൊളിഞ്ഞു. വിൽക്കാൻ പറ്റുന്ന പലതും വിറ്റ് തീർന്നു. കോളിയോടന്മാര് പൊളിഞ്ഞു പാളീസ. സ്ഥിതി പരമേശ്വരന് നല്ലവണ്ണം അറിയാം. എന്നിട്ടും ഈ ബന്ധത്തിന് തയ്യാറായല്ലോ. അതെന്റെ മോന്റെ പുണ്യം. പക്ഷെ ഒന്നുണ്ട് പരമേശ്വരൻ, അവൻ നല്ലവനാ. മൂത്തവന്റെ മാതിരി ബുദ്ധി തിരിഞ്ഞിട്ടില്ല. ചെയ്തത് അബദ്ധമായി പോയിന്ന് നാളെ പരമേശ്വരന് തോന്നില്ല. ആവശ്യത്തിലേറെ കയ്യിലിരിക്കുമ്പോഴും ആവശ്യങ്ങളില്ലാതിരിക്കുമ്പോഴും പണം വെറും കടലാസ് കെട്ടുകളാണ്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പിറന്നു വീണവനൊന്നുമല്ല ഞാൻ. ആരുടെയോ കർമ്മഫലം കൊണ്ടോ ഇന്നീ കഴിയുന്ന നിലയിൽ എത്തിച്ചേർന്നു. പപ്പയും നന്ദനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നറിഞ്ഞു. നന്ദനെ കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ ആഗ്രഹത്തിൽ തെറ്റില്ല എന്നെനിക്ക് ബോധ്യമായി. അത്രേ ഉള്ളൂ. ഈ പണവും തറവാടത്വവും ഒക്കെ മറക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവർ രണ്ടുപേരും മത്സരിച്ച് ചെലവഴിച്ചാൽ പോലും തീർക്കാൻ ബുദ്ധിമുട്ടുള്ളത്ര പരമേശ്വരന്റെ കയ്യിലുണ്ട്. അറിയാം, ശരിക്കറിയാം. പക്ഷെ അവനൊരു ജോലി ഉണ്ടാവുക, അതിൽ നിന്ന് 10 രൂപ അവൻ സമ്പാദിക്കുക, എന്നിട്ട് ഭാര്യയെ പോറ്റുക. എന്റേത് ഒരു പഴയ മനസ്സാ. അങ്ങനൊരു സാഹചര്യം ഇന്നില്ലല്ലോ എന്നുള്ള മനപ്രയാസമുണ്ട്. ആകെയുള്ള വഴി ആ ഹോട്ടൽ തുറക്കാൻ പറ്റിയാൽ അവനത് നോക്കി നടത്തായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ? ഈ ലേബർ പ്രോബ്ലംസ് യൂണിയൻ ലീഡേഴ്സിനെ പിടിച്ച് നേരെയാക്കിയെടുത്തൂടെ? അതുകൊണ്ടും കാര്യമില്ലല്ലോ. അതിന്റെ ഡോക്യുമെന്റ്സ് മുഴുവൻ പാടൂക്കാരൻ കുഞ്ഞിപ്പാലുവിന്റെ കയ്യിലല്ലേ. പലിശയും പലിശയ്ക്ക് ചേർന്ന് എത്ര ലക്ഷങ്ങളായി എന്ന് എനിക്കറിയില്ല. കുഞ്ഞിപ്പാലു കണ്ണി ചോരയില്ലാത്തവനാ. ഒരു കോംപ്രമൈസിനും നിൽക്കില്ല. അയാൾക്കത് സ്വന്തമാക്കണം. അയാൾ ഈ പട്ടണം ഒരറ്റം മുതൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ല, ലേബർ പ്രോബ്ലംസ് കുഴപ്പമില്ല. യൂണിയൻ നേതാക്കൾ വിപ്ലവം പറയും, നമ്മൾ നോട്ട് കെട്ടുകളുടെ കണക്ക് പറയും. അതൊരു പോയിന്റിൽ ധാരണയിലെത്തും. പിന്നെ കുഞ്ഞിപ്പാലു നമുക്കയാലൊന്ന് കാണണമല്ലോ സ്വാമി.